ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന് പുറത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് വരാമെന്നുള്ളത്. കാരണം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പുറത്ത് പോയിട്ട് ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് നമ്മൾ വിചാരിച്ചതായിരുന്നു ചായ കുടിക്കണമെന്ന്. പക്ഷെ പിന്നെ വേണ്ട, നമുക്ക് അടുത്ത ദിവസം വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ അടുത്ത ദിവസം ഇന്നായിരുന്നു. അപ്പോൾ ഇന്ന് പോകാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പോണ സമയത്ത് ഞാൻ വിചാരിച്ചു അടുത്തല്ലേ, നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ പോണതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു ഷോർട്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലിപ്സ് മാത്രം എടുത്തു വെച്ചു. വേറെ ഒന്നും ഇൻട്രോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ എന്തോ നമ്മൾ പോണ പോക്കിൽ നമ്മുടെ ആ ഒരു സംഭവം മാറി. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നിന്ന് വേറൊരു കഫേയിലോട്ട് പോയി. പിന്നെ ചായ എന്നുള്ളത് നമ്മൾ ഡിന്നറിലോട്ട് മാറി. ഡിന്നർ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കഴിച്ച് വന്നപ്പോൾ അത്യാവശ്യം ഹെവി ആയി. നമ്മളിപ്പോൾ ഡയറ്റൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ സൺഡേ സാറ്റർഡേ ഞാൻ ആ ഡയറ്റിനെ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ? അപ്പോൾ നമ്മൾ ഇൻട്രോ ഒന്നും എടുക്കാത്തതുകൊണ്ട് വീഡിയോ തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ച് വന്നിട്ട് ഒരു ഇൻട്രോ ചെയ്യാമെന്ന്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഫുള്ളായിട്ട് വന്നിട്ടാണ് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത്. പിന്നെ എന്താ, അപ്പം നമുക്ക് നമ്മൾ പോയ കുറച്ച് ഷോർട്സ് കാണാം, വീഡിയോസ് കാണാം. ഈ വീഡിയോസിൻ്റെ ലെങ്ത്ത് വളരെ കുറവാണെങ്കിൽ ഞാൻ ഷോർട്സിൻ്റെ ഭാഗങ്ങളിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് ചേർക്കും. അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോവാം. കാരണം ചിലപ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഒരു മെമ്മറിയാണല്ലോ ഇതൊക്കെ. അപ്പോൾ അത്രയ്ക്ക് തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണും. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കണം എന്നുള്ള പ്ലാനിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ വീഡിയോസ് എടുത്തതൊക്കെ വെർട്ടിക്കലായിട്ടായിരുന്നു. കാരണം ഷോർട്സ് ആണല്ലോ, കുറച്ചൊന്ന് ചായ കുടിച്ച് വരുന്ന ഒരു സംഭവമല്ലേ. പിന്നെയാണല്ലോ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തത് ഫുള്ളായിട്ടുള്ള ലോങ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോഴാണ് ഞാൻ ഹൊറിസോണ്ടലായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ചായ കുടിക്കാനുള്ള പ്ലാനിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, അവിടെ ആയിട്ടൊരു കഫേ മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേയിലാണ് നമ്മൾ പോയത്. ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ്. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമല്ല, എന്നാലും നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആദ്യം വാങ്ങിയത് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഡയറ്റിലാണ്, പക്ഷേ ശനി ഞായർ ഒഴിച്ചിട്ടുള്ള ബാക്കി 5 ദിവസത്തെ ഡയറ്റ് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് മാക്സിമം ഞാൻ ഷുഗർ കട്ട് ചെയ്യും. അല്ലാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഷുഗറൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ചേട്ടൻ കഴിച്ചത് റഷ്യൻ സലാഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിസ്സ ഞാൻ ഒഴിവാക്കുമായിരുന്നു, പക്ഷേ മോനെന്തോ പിക്ചർ കണ്ടിട്ട് പിസ്സ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അത് മൊത്തം അവൻ കഴിക്കത്തില്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ കഴിച്ചേ പറ്റുമോ. അപ്പോൾ പിന്നെ ഞാനും കഴിച്ചിട്ടുണ്ടായി. പിന്നെ നമ്മൾ ഒരു ചീസ് കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും പകുതിയും മോൻ തന്നെയാണ് കഴിച്ചത്, ബാക്കി ഞാനും കഴിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഡയറ്റ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാം, സത്യം പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ പിസ്സ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അത്യാവശ്യം തണുപ്പുള്ള സമയമാണ് മോൻ സെറ്ററൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അവൻ മാറ്റി. പിന്നെ അതിനകത്തുനിന്ന് അവൻ എന്തൊക്കെ അസ്വസ്ഥതയായിട്ട് നമ്മൾ അതൊക്കെ മാറ്റി. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെർട്ടിക്കലായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ക്യാരംസ് കളിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് അറിയാമല്ലോ, കഫേയിലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മോനെ മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഓർഡർ വരുന്ന സമയം വരെ ആളിങ്ങനെ എന്താ വരാത്ത, അല്ലെങ്കിൽ പല കുരുത്തക്കേടുകൾ കളിക്കും. അപ്പോൾ ഇതാകുമ്പം സെറ്റായിരുന്നു. അങ്ങനെ ഫുൾ ഡിന്നർ തന്നെ നമ്മുടെ അകത്ത് പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുകയാണ്. അങ്ങനെ ഞങ്ങളിതാ പുറത്ത് പോയിട്ട് ചെറിയൊരു എന്താ പറയുക ഡിന്നറൊക്കെ കഴിച്ച്, ചെറിയല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡിന്നറൊക്കെ കഴിച്ചെത്തി. ഇനിയിപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ മാറണം. കുറച്ച് പണിയുണ്ട്. കിച്ചണിൽ വലിയ പണിയൊന്നുമില്ല. എന്താ പണിയെന്ന് വെച്ചാൽ, ഒന്ന് പാല് തിളപ്പിച്ച് വെക്കാനുണ്ട്. രണ്ടാമതായിട്ട് ഈ ഒരു കബോർഡ് കണ്ടോ, ഞാൻ മൊത്തത്തിലൊന്ന് നല്ല രീതിക്ക് മോശമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ രാവിലെ എന്തോ കുറച്ച് ടൈം ചെയ്യുമ്പോഴത്തേനും ഏട്ടന് ഉച്ചയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കിച്ചൺ ക്ലീൻ ചെയ്തു. ക്ലീൻ എന്ന് പറഞ്ഞാൽ കബോർഡ് ക്ലീന്, ബാക്കി പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കബോർഡിൻ്റെ സൈഡിലേക്ക് ഞാൻ പോകുന്നില്ല കിച്ചണിൽ. പക്ഷേ ഡ്രസ്സൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ ഒതുക്കണം. കാരണം എല്ലാ പ്രാവശ്യവും വിചാരിക്കും വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ ചെയ്യാമെന്ന്. പക്ഷെ അന്ന് നമ്മൾ പെട്ടെന്ന് ഓരോ ഡിസിഷൻ എടുക്കും. അങ്ങനെയാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ പറ്റുവാണെങ്കിൽ അതുകൂടെ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യും കേട്ടോ. ഓക്കെ. അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് എത്തി. എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്, ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുഖം എന്താ പറയുക തുടച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളത്തുള്ളികളാണ് ഈ കാണുന്നത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് പാലുണ്ട്. അതായത് ഞാൻ ഇന്നലെ എനിക്കറിയില്ലായിരുന്നു നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കവറ് എക്സ്ട്രാ വാങ്ങി. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പാല് വേണ്ടെന്ന് പറയുമ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനി നാളെ രാവിലെ തന്നെ പാല് വേണമെന്ന് പറയാൻ നിൽക്കേണ്ട, അതുകൊണ്ട് എടുത്തോ. അപ്പോൾ എനിക്കൊരു ഡൗട്ടായി, പാല് വേണ്ടി വരുമോ? അതുകൊണ്ട് ഞാൻ 2 പാല് വീണ്ടും എക്സ്ട്രാ എടുത്തു. അപ്പം എനിക്ക് ഒരു പാലിൻ്റെ ആവശ്യം സത്യത്തിലുണ്ടായിരുന്നല്ലോ. പാലില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ 2 പാലിൻ്റെ ആവശ്യം വരുമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് 1 പാലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒത്തിരിയല്ല 3 പാക്കറ്റ് പാലും ഉണ്ട്. അപ്പോൾ ഇത് കാച്ചി വെക്കുകയാണെങ്കിൽ ബെറ്റർ ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് കാച്ചാന്ന്. അപ്പോൾ ആ പരിപാടിയിലേക്കാണ് ആദ്യം പോണത്. ഇപ്പം ഞാൻ പാല് ജസ്റ്റ് കാച്ചി വെക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ തണുത്ത് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എനിക്കൊരു പേടി പോലെ ഇനി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് കുറച്ച് മെഷീനിലോട്ട് തുണി ഇടാനുണ്ട്. കാരണം ലാസ്റ്റ് 2 ഡേയ്സ്, അതായത് ഇന്നും ഇന്നലെയായിട്ട് ഞാൻ നമ്മുടെ ഏട്ടൻ്റെയും എൻ്റെയും ഡ്രസ്സൊന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മോൻ്റേത് മാത്രമായിരുന്നു വാഷ് ചെയ്തത് ഇന്നലെ. അപ്പം നാളെ ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസിക്ക് നമ്മൾ പുറത്ത് പോകേണ്ട സമയത്ത് എത്ര ഡ്രസ്സ് ഉണ്ടായാലും അലിക്കാത്ത ഏതെങ്കിലും ഒരു സാധനം നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ മെഷീനിൽ ഇപ്പോൾ ഇട്ട് വെച്ചാൽ രാവിലെ വാഷ് ചെയ്യാമല്ലോ. എഴുന്നേറ്റ് ഉടനെ അത് ഓൺ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വേണമെങ്കിലും നമ്മൾ പോണ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ പറ്റുവാണെങ്കിൽ വാർഡ്രോബ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം പാലൊന്ന് കാച്ചി വയ്ക്കാം. വിചാരിച്ച പോലെ തന്നെ നടന്നു. കാരണം അവനെ എന്തെങ്കിലും ഒരു പണിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം എനിക്കത് പണിയാവുന്നു. കാരണം പാല് പൊട്ടിച്ചു, 3rd പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ അവൻ പെട്ടെന്ന് അടിയിൽ നിന്ന് പ്രസ് ചെയ്ത് പാല് മൊത്തം പുറത്ത് പോയി. പിന്നെ ഫസ്റ്റ് ഞാൻ ചീത്ത പറഞ്ഞു, പിന്നെ ഞാൻ പോട്ടെ എന്തേലും ആവട്ടെ, ഇനി ഇങ്ങനെ ചെയ്യാൻ വരരുത്, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ അത് പോയി. അപ്പോൾ നമുക്കിനി പാല് വെച്ചാം. സംഭവം ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഇല്ല. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇടാം, ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈ ഇങ്ങനെ വെച്ച് ചെയ്യാൻ. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തപ്പോഴാണ് ഞാനൊരു കയ്യിൽ ഫോൺ വെച്ച് ചെയ്തപ്പോഴാണ് പാലൊക്കെ പോയത്. അവനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എൻ്റെയും കൂടെ മിസ്റ്റേക്കാണ്. വെളിയിലാണ് കേട്ടോ മിഷ്യൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി മിഷ്യനിൽ തുണി ഇടണം. അപ്പോൾ അതിലൊക്കെ വരാം. ചിലപ്പോൾ തുണിയിട്ട് പഴയ പരിപാടി ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ എന്താ പറയുക അത് നമ്മുടെ പാല് തിളയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് പാല് തിളച്ച് കഴിഞ്ഞിട്ട് തുണിയിടാം. പുറത്ത് വെക്കുമ്പോഴുണ്ടല്ലോ ഞാൻ നന്നായിട്ട് എത്ര ക്ലീൻ ചെയ്താലും ഇവിടെ ഇങ്ങനെ ഡസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഡെയിലി ഇങ്ങനെ നമ്മൾ മെഷീൻ ക്ലീൻ ചെയ്യേണ്ടി വരും. ഞാൻ പൊതിഞ്ഞൊക്കെ വെക്കുവേ, പക്ഷെ എന്ത് വെച്ചിട്ട് കാര്യമില്ല, വല്ലാത്ത പൊടിയാണ് ഇതിൽ. ഈ പാത്രത്തിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ക്ലീൻ ചെയ്യാത്തല്ല. കാരണം ഈ ഒരു സംഭവം കണ്ടോ, ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഇത്ര ഉരച്ച് തേച്ച് കഴുകിയാലും എനിക്കത് വീണ്ടും അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ അതുമല്ല പിന്നെയും അത് അങ്ങനെ തന്നെ ആവണം. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നമുക്ക് ക്ലീനിങ്ങിന് ഒരാൾ വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ചെയ്യിപ്പിച്ചു. പക്ഷെ എന്നാലും ആൾ ചെയ്തിട്ടും അത്ര ക്ലീൻ ആയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരൊക്കെ പാത്രം കഴുകിയിട്ട് എക്സ്പേർട്ടായിട്ട് പോലും ഇത് പോകണില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉരച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. സെലക്ട് ചെയ്തിട്ടൊക്കെ ഓടിച്ചിടേണ്ട അവസ്ഥയാണ്. പാൻറ്റ് ഞാൻ പറഞ്ഞിരുന്നില്ലേ വാർഡ്രോബ് ക്ലീൻ ചെയ്യണമെന്ന്, അതൊന്നും ഇന്ന് നടന്നില്ല. കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നു, അപ്പോൾ സമയം പോയി. അപ്പോൾ നമുക്ക് നാളെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.